നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, വിട പറഞ്ഞു പോയവർ, പ്രത്യേകം നമ്മുടെ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുഴുവൻ ഖബറാളികൾ, പരിശുദ്ധമായ ദിവസത്തിൻ്റെ വെളിച്ചം കൊണ്ട് അവരുടെ ഖബറുകൾ അല്ലാഹു അലങ്കരിക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ കൂടാനുള്ള മഹാസൗഭാഗ്യം അവർക്കും നമുക്കും അല്ലാഹു നസീബാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരായ അവൻ്റെ ഔലിയാക്കന്മാരെ പറ്റി, അവരും പടച്ചവനും തമ്മിലുള്ള അത്ഭുതകരമായ ബന്ധത്തെപ്പറ്റി, ആ ബന്ധത്തിലൂടെ, ആ അടുപ്പത്തിലൂടെ, കുർബത്തിലൂടെ അവർക്ക് അല്ലാഹു നൽകുന്ന വലിയ ആദരവിനെ പറ്റിയും അതിലൂടെ അവർക്ക് സാധ്യമാകുന്ന അത്ഭുതങ്ങളെ പറ്റിയും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ പവർ പടച്ച റബ്ബിനോടുള്ള, സൃഷ്ടാവിനോടുള്ള അടുപ്പത്തിനാൽ അത് കാരണമായി അവർക്ക് ലഭിക്കുന്ന ആത്മീയമായ പവറാണ്. അതിനേക്കാളും വലിയൊരു കഴിവും ഒരു ശക്തിയും ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ലഭിക്കാനില്ല. അതിലൂടെ അസാധ്യമായ പലതും അവർക്ക് സാധ്യമാകും. കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി, പല അത്ഭുതങ്ങളും കേൾക്കാൻ അവർക്ക് സാധിക്കും. വബസറഹുല്ലദീ യുബ്സിറു ബിഹി, പല അത്ഭുതങ്ങളും കാണാൻ അവർക്ക് സാധിക്കും. വയദഹുല്ലതീ യബ്തിശു ബിഹാ, പല അത്ഭുതങ്ങളും ചെയ്യാൻ അവർക്ക് സാധിക്കും. വരിജ്ലഹുല്ലതീ യബ്തിശു ബിഹാ, അത്ഭുതകരമായ പല യാത്രകളും നിർവഹിക്കാൻ അവർക്ക് സാധിക്കും. വഇൻ സഅലനീ ലഉഅതിയന്നഹു, എന്ത് അവർ എന്നോട് ചോദിച്ചാലും തീർച്ചയായും ഞാൻ അവർക്കത് നൽകുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലഇൻ ഇസ്തആദനീ ലഉഈദന്നഹു, എന്തിനെ തൊട്ട് കാവൽ തേടിയാലും ഞാൻ അവർക്ക് കാവൽ നൽകും. ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാകുന്ന വലിയകളും അള്ളാഹുവും തമ്മിൽ അത്ഭുതകരമായ ഒരു ബന്ധമുണ്ടായിത്തീരുന്നു എന്നാണ്. പടച്ച റബ്ബിന് ഈ ദുനിയാവിൽ അഭൗതികമായ ചില ഇടപെടലുകളും സംവിധാനങ്ങളുമുണ്ട് നമുക്കിടയിൽ, മനുഷ്യർക്കിടയിൽ. അഭൗതികമായ ചില ഇടപെടലുകൾ, അത് നമ്മുടെ ഭൗതികമായ അളവുകോലുകൾ വച്ച് അളക്കാൻ ശ്രമിച്ചാൽ നമുക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഭൗതികമായ കാഴ്ചപ്പാടുകൾ വച്ച് അതിനെ വിലയിരുത്താൻ നോക്കിയാൽ നമ്മുടെ ഈമാനിനെ തന്നെ ബാധിക്കുന്ന കാര്യമായിരിക്കും അത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ യഥാർത്ഥ വിശ്വാസികളുടെ പ്രത്യേകത അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായത്, അഭൗതികമായത്, അങ്ങനെയുള്ള പലതിനെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവർ. യഥാർത്ഥ വിശ്വാസികളുടെ പ്രത്യേകത അതാണ്. എല്ലാറ്റിനെയും ഭൗതികമായ അളവുകൾ കൊണ്ട് അളക്കുന്നവരല്ല, പലതിനെയും കണ്ണടച്ച് അഭൗതികമാണ്, അദൃശ്യമാണ്,
നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നാൽ ചിലപ്പോ അളവ് എത്താത്തതായിരിക്കും. അതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്നവർ എന്ന് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം അതാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ പടച്ചവന്റെ ചില ഇടപെടലുകളുണ്ട്. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കണം. വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും, ആ ആളുകൾ അവരുടെ ശരീരങ്ങളോട് തെറ്റ് ചെയ്ത് അപരാധം ചെയ്താൽ, അതിക്രമം കാണിച്ചാൽ, പാപങ്ങൾ ചെയ്ത് പടച്ചവനെ ഇഷ്ടപ്പെടാതെ ജീവിച്ച ആളുകൾ ജാഊക, നബിയെ അങ്ങയുടെ അടുക്കലേക്ക് അവർ വരികയാണ്, അങ്ങയുടെ അടുക്കലേക്ക് അവർ വരികയാണ്. ഫസ്തഗ്ഫറുല്ലാഹ്, എന്നിട്ടവർ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയും ചെയ്യുകയാണ്. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അള്ളാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി പൊറുക്കൽ തേടുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കൽ തേടണം എന്ന് അവർ നബിയുടെ മുന്നിൽ വന്നിട്ട് സങ്കടം പറഞ്ഞ് നബിയും അവർക്ക് വേണ്ടി പൊറുക്കൽ തേടുകയാണ്. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അവർ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി, ഏറ്റവും വലിയ കാരുണ്യവാനായി അവരുടെ റബ്ബിനെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. പരിശുദ്ധമായ ഖുർആൻ അവരുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്തിന്റെ ഭാഗമാണ്. തെറ്റ് ചെയ്ത പാപം ചെയ്ത ആളുകൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് സങ്കടം പറയാണ്. നബി അവരോട് നബി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയാണ്. അങ്ങനെ പൊറുക്കൽ തേടുമ്പോ അവരുടെ പാപങ്ങളെല്ലാം അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുക്കുക തന്നെ ചെയ്യും. പരിശുദ്ധമായ ഖുർആൻ ഇത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിലും വബഅദ വഫാത്തിഹി, റസൂലിന്റെ വഫാത്തിന് ശേഷവും ഈ പറഞ്ഞതൊരു സത്യമാണ് എന്നാണ്. റസൂല് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും ഈ പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ്. റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അടുക്കൽ പോയിട്ട് മുത്തുനബിയോടൊരാൾ സങ്കടം പറഞ്ഞാൽ റസൂൽ അത് കേൾക്കും. ആ മനുഷ്യന്റെ വിഷയത്തിൽ അള്ളാന്റെ റസൂല് ഇടപെടും. റസൂലിന്റെ വഫാത്തിന് അത് അള്ളാഹ് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അഹ്മദുൽ അതബി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ, ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാമാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന റസൂൽ പരിചയപ്പെടുത്തിയ ഏറ്റവും ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. അദ്ദേഹം പറയാൻ, കുന്തു ജാലിസൻ ഇൻദ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ അള്ളാന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അടുക്കൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു അഅറാബിയായ ഒരു മനുഷ്യൻ കടന്നു വന്നു. ഒരു വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ കടന്നു വന്നിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ സലാം ചൊല്ലി. റസൂല് വഫാത്തായതിനു ശേഷമാണ്.
പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ ഉള്ളിലാണ്. 3-ാം നൂറ്റാണ്ടിലാണ് സംഭവം നടക്കുന്നത്. ഹിജ്റയുടെ 3-ാം നൂറ്റാണ്ടിൽ ഒരു സാധാരണക്കാരൻ വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് സലാം പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാന്റെ റസൂലിനോട് ആ മനുഷ്യൻ പറഞ്ഞു, സമിഅത്തുല്ലാഹ യഖൂൽ, പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഇങ്ങനൊരായത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും എന്ന് തുടങ്ങുന്ന ഫജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ എന്ന് തുടങ്ങുന്ന ഒരായത്ത്. തെറ്റ് ചെയ്ത് പാപികളായ ആളുകൾ അവർ അങ്ങയുടെ മുന്നിലേക്ക് നബിയെ വന്നിട്ട് അവർ അവരുടെ സങ്കടം പറഞ്ഞ് അവർക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, പൊറുക്കൽ ചെയ്താൽ, തേടിയാൽ അവരുടെ പാപങ്ങൾ പരിപൂർണമായി അള്ളാഹു പൊറത്തു കൊടുക്കും, പശ്ചാത്താപം സ്വീകരിക്കും എന്ന അർത്ഥ ആശയം വരുന്ന ആയത്ത് പരിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ നബിയെ. വഫാത്തായി ഖബർ ഷരീഫിന്റെ ഉള്ളിൽ കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ടാണ് ഒരു അഅറാബിയായ മനുഷ്യൻ പറയുന്നത്. മഹാനായ മുഹമ്മദ് ബിൻ അഹ്മദുൽ അതബി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാൻ, അതുകൊണ്ട് ആ മനുഷ്യൻ പറയാൻ, വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ ലിദംബി, നബിയെ അങ്ങയുടെ അടുക്കലേക്ക് ഞാൻ വന്നിട്ടുള്ളത് എന്റെ പാപങ്ങളെ പറ്റിയുള്ള സങ്കടവുമായിട്ടാണ്. മുസ്തശ്ഫിഅൻ ബിക ലിറബ്ബി മുസ്തശ്ഫിഅൻ ബിക റബ്ബി, എന്റെ റബ്ബിനോട് അങ്ങയെ കൊണ്ട് ശുപാർശ തേടിക്കൊണ്ടാണ് എന്റെ പാപങ്ങൾ പൊറുക്കാൻ നബിയെ എന്റെ റബ്ബിനോട് അങ്ങൊന്ന് ശുപാർശ ചെയ്യണം, എനിക്ക് വേണ്ടി അങ്ങന്റെ റബ്ബിനോടൊന്ന് ശുപാർശ ചെയ്യണം എന്ന ആവശ്യവുമായിട്ടാണ് നബിയെ ഞാൻ അങ്ങയുടെ അടുക്കൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് സാധാരണക്കാരനായ മനുഷ്യൻ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തോതിയിട്ട് അത് മുൻനിർത്തിക്കൊണ്ട് ഖബർ ഷരീഫിന്റെ ഉള്ളിൽ കിടക്കുന്ന അള്ളാന്റെ റസൂലിനോട് സംസാരിക്കുകയാണ്. മഹാനായ ഇമാം പറയാൻ, കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ മയക്കത്തിലായി, ഞാൻ സ്വപ്നം കണ്ടു. ആ മയക്കത്തിൽ അള്ളാന്റെ റസൂൽ എന്റെ അടുക്കൽ വന്നു. ഞാൻ പറയാൻ, അള്ളാന്റെ റസൂൽ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ അതബി, അല്ലയോ അതബി, ഇൽഹഖിൽ അഅറാബിയ, ആ അഅറാബിയായ മനുഷ്യനൊന്ന് കണ്ടെത്തണം, അഅറാബിയായ മനുഷ്യന്റെ അടുക്കൽ ചെല്ലണം. ഫബശ്ശിറുഹു, എന്നിട്ട് ആ മനുഷ്യന് സന്തോഷവാർത്ത അറിയിക്കണം. അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, അല്ലാഹു എല്ലാ പാപങ്ങളും, ആ മനുഷ്യന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുത്തിട്ടുണ്ട് എന്നൊന്ന് സന്തോഷം അറിയിച്ചേരെ എന്ന് അള്ളാന്റെ റസൂല് എന്റെ സ്വപ്നത്തിൽ വന്ന് എന്നെ ഉണർത്തി എന്ന് മഹാനവർകൾ 3-ാം നൂറ്റാണ്ടിൽ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം നമുക്ക് പഠിപ്പിച്ചു തരാണ്. റസൂലിന്റെ അടുക്കൽ പോയിട്ടാണ് സങ്കടം പറയുന്നത്. റസൂലിന്റെ അടുക്കൽ പോയിട്ട് സങ്കടം പറയാണ്, ഞാൻ പാപിയാണ്, അതുകൊണ്ട് എന്നെ കൈവിടരുത്, എനിക്ക് വേണ്ടി റബ്ബിനോട് അള്ളാഹുവിനോട് അങ്ങൊന്ന് പൊറുക്കൽ തേടണം. റസൂലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. ആ വഫാത്തായി കിടക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിൽ വന്ന് സങ്കടം പറയുന്നവരുടെ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളത് നമ്മുടെ ഈമാനാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥവും ആശയവും വ്യാഖ്യാനവും നമുക്ക് പഠിപ്പിച്ചു തരുന്ന സത്യമാണത്. عن عبد الله بن مسعود رضي الله تعالى عنه, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹയാത്തി ഖൈറുൻ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാൻ. തുഹദ്ദിസൂന വയുഹദസു ലക്കും, നിങ്ങൾ എന്നോട് വന്നിട്ട് നിങ്ങളുടെ പല സങ്കടങ്ങളും എന്നോട് നിങ്ങൾ പറയുന്നു. റസൂൽ പറയാൻ, ഞാൻ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഖൈറാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എന്റെ അടുക്കൽ വന്നിട്ട് നേരിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റൂലോ. അപ്പോ അതിനൊക്കെ ആ വിഷയത്തിലൊക്കെ ഞാൻ ഇടപെടും, അതിനൊക്കെ നിങ്ങൾക്ക് പരിഹാരമുണ്ടാകുകയും ചെയ്യും. എന്നാൽ വമമാതി ഖൈറുൽ ലക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാൻ.
എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാൻ. തുഅറദു അഅമാലുക്കും, എന്റെ വഫാത്ത് നിങ്ങൾക്ക് ഖൈറാകണം. എങ്ങനെയാണ്? വഫാത്തായി ഖബർ ഷരീഫിൽ കിടക്കുന്ന എന്നിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനം എങ്ങനെയാണ്? റസൂൽ വിശദീകരിക്കാൻ, തുഅറദു അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്റെ അടുക്കലേക്ക് വെളിവാക്കപ്പെടും. റസൂൽ പറയാൻ, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അത് എന്റെ അടുക്കലേക്ക് പ്രത്യക്ഷപ്പെടുത്തപ്പെടും. ഫമാ റഅയ്തു മിൻ ഖൈരിൻ, നിങ്ങൾ ചെയ്ത അമലുകൾ എന്റെ അടുക്കലെത്തിയത് അത് ഖൈറാണ്, നന്മയാണെങ്കിൽ ഹമിദുല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കും. നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്, എന്റെ അടുക്കലെത്തിയത്, ഒരാളൊരു നല്ല കാര്യം ചെയ്തു, ആ വിവരമാണ് എന്റെ അടുക്കലെത്തിയതെങ്കിൽ ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. അതല്ല, നിങ്ങൾ ചെയ്ത ഏതെങ്കിലും തെറ്റാണ് എന്റെ അടുക്കലെത്തിയതെങ്കിൽ ഇസ്തഗ്ഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കൽ തേടും. നിങ്ങൾ ചെയ്തത് എന്റെ ഒരു അനുയായി ഇന്ന നാട്ടിലെ ഇന്ന മനുഷ്യൻ ഇന്ന തെറ്റാണ് ചെയ്തത്, ആ വിവരമാണ് എനിക്ക് എത്തുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കൽ തേടും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. റസൂല് കേൾക്കും, അല്ലെങ്കിൽ റസൂല് അല്ലാഹ് മാത്രമല്ല നമ്മുടെ കാര്യങ്ങൾ അറിയുന്നത് എന്നാണ്. അല്ലാഹ് മാത്രമല്ല, അള്ളാന്റെ റസൂലും അറിയും. അത് അല്ലാഹ് വച്ചിട്ടുള്ളൊരു സംവിധാനമാണ്. ഇന്ന ലില്ലാഹി മലായികത്തൻ സയ്യാഹീൻ, ചില മലക്കുകൾ ഉണ്ട് അല്ലാഹുവിന്. നിങ്ങൾ ചൊല്ലുന്ന നിങ്ങളുടെ സ്വലാത്തുകൾ, സലാമുകൾ ആ മലക്കുകൾ എനിക്ക് എത്തിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില മലക്കുകളെ ചില പ്രത്യേക ഡ്യൂട്ടികൾ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നിട്ടൊരു സലാത്ത് ചൊല്ലിയാൽ അത് ആ നിമിഷം അവിടെ എത്തിച്ചു കൊടുക്കും. കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് അത് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക്, പരിശുദ്ധമായ മദീനയിലേക്ക് സമർപ്പിക്കുന്ന സദസ്സുകൾ, അത്തരം ചില പുതിയ രീതികളൊക്കെ ഇന്ന് കണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. കോടിക്കണക്കിന് സ്വലാത്തുകൾ ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ട് അത് മുഴുവനും അള്ളാന്റെ റസൂലിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വല്ലാത്ത സദസ്സ് സംഘടിപ്പിക്കുകയാണ്. നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, 100 സ്വലാത്ത് ചൊല്ലിയാൽ ആ നിമിഷം തന്നെ മലക്കുകൾ അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ. ഞാൻ ആരും സമർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനുവേണ്ടി പ്രത്യേകിച്ച് സദസ്സ് സംഘടിപ്പിക്കേണ്ട കാര്യമില്ല. അതിൽ നന്മകൾ ഉണ്ടാകാം, അത് വേറെ, അവിടെ നിൽക്കട്ടെ. ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ ആ സമയം തന്നെ ആ സ്വലാത്ത് അള്ളാന്റെ റസൂലിന്റെ തിരുഹളറത്തിലേക്ക് മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്ന ആ ഡ്യൂട്ടി ചില മലക്കുകൾ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന അമലുകൾ, നമ്മുടെ പ്രവൃത്തികൾ, അത് റസൂലിന്റെ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് അല്ലാഹു ഒരുക്കിയേക്കണ സംവിധാനാണത്. അത് അള്ളാഹു ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ്. പടച്ചവനെ മറികടന്നിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല, അല്ലാഹ് തന്നെയാണ് ആ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നമ്മളെ തെറ്റുകൾ അറിയും, നമുക്ക് വേണ്ടി പൊറുക്കൽ തേടും അല്ലാഹുവിന്റെ റസൂൽ. ആരാ പഠിപ്പിച്ചു തരുന്നത്? അള്ളാന്റെ റസൂൽ തന്നെയാണ്. അതുകൊണ്ടാണ് മൗലിദിൽ നമ്മൾ പാരായണം ചെയ്യുന്നതും പാടുന്നതും ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ്, എണ്ണമില്ലാത്ത കണക്കില്ലാത്ത തെറ്റുകൾ നബിയേ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് ലക്ക അഷ്കൂ ഫീ, ആ പാപങ്ങളെ പറ്റി അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു നബിയേ. മങ്കൂസ് മൗലിദുകളുടെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇർതകബ്തു അലൽ ഖത്തായാണ്. പാപങ്ങൾ പൊറുക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു എന്നാണ്. മൗലിദുകളുടെ ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇർതകബ്തു അലൽ ഖത്ത, പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹ്ക്കല്ലേ പാപങ്ങൾ പൊറുക്കാൻ കഴിയുന്നത്, അള്ളാഹിനോടല്ല ചോദിക്കേണ്ടത്. ഇത് നബിയോട് ചോദിച്ചു എന്നാണ്. നബിയോട് ആരാണ് പാപം പൊറുക്കാൻ ചോദിക്കുന്നത്? നമ്മൾ ആരും ചോദിക്കണില്ല.
ഞാൻ കണ്ണും കണക്കില്ലാത്ത പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് ലക്ക അഷ്കൂഫി, ആ പാപങ്ങളെ പറ്റി അങ്ങയോട് ഞാൻ ആവലാതി പറയാണ് നബിയെ. നബിയോട് ആവലാതി പറയണ എന്തിനാണ്? എനിക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ചോദിക്കണം നബിയെ, എന്റെ പാപങ്ങൾ പൊറുക്കാൻ ഇസ്തിഗ്ഫ, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് നബിയെ അങ്ങൊന്ന് ശുപാർശ ചെയ്യണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിന് സാധ്യമാണെന്ന് നബി അങ്ങനെ ചെയ്യുമെന്നും പൊറുക്കൽ തേടുമെന്നും ആ പൊറുക്കൽ തേടിക്കഴിഞ്ഞാൽ അള്ളാഹു പാപങ്ങൾ പൊറുക്കുമെന്നും പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി അർത്ഥങ്ങളും ആശയങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ആരിവിടെ നബിയോട് ചോദിക്കണം എന്ന് മാത്രമല്ല, അങ്ങനെ പാപങ്ങൾ പൊറുക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിവുണ്ട് എന്ന ബോധ്യത്തോടെ നബിയോട് ആരെങ്കിലും പൊറുക്കൽ തേടിയാൽ അവന്റെ പേര് മുസ്ലിം എന്നല്ല, മുശ്രിക്ക് എന്നാണ്. അത് ആരോടാണെങ്കിലും പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹ്ക്കേ കഴിയൂ, നമ്മുടെ സങ്കടങ്ങൾ തീർക്കാൻ പടച്ചോനെ കഴിയൂ. അത് ഈ നബിക്ക് കഴിയും, അല്ലെങ്കിൽ ബദരീങ്ങൾക്ക് കഴിയും, ഗൗസുൽ ആലമിന് കഴിയും എന്ന വിശ്വാസത്തോടെ ചോദിച്ചാൽ പിന്നെ മുസ്ലിം എന്നല്ല, പിന്നെ മുശ്രിക്കുന്നാണ്. ആളുകളുടെ പേരങ്ങനെയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ചോദിക്കുന്നില്ല, ആരും ചോദിക്കുന്നില്ല. നമ്മൾ മുത്തുനബിയോട് സങ്കടം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. പടച്ച റബ്ബിൽ നിന്നാണ് നമ്മൾ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കുന്നത്. നബിയിൽ നിന്നല്ല, അള്ളാഹിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇത് ദീനാണ്, പരിശുദ്ധമായ ദീനിന്റെ ഭാഗമാണ്. ഒന്നിരിക്കൽ നബിയെ തവസ്സുല, നമ്മുടെ നബിയുമായിട്ടുള്ള ഈ നിലക്കുള്ള ബന്ധം അങ്ങനെയാണ്, ബദരീങ്ങളായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്, ഔലിയാക്കന്മാരായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്, ഗൗസുൽ ആലമായിട്ടുള്ള ബന്ധം, എല്ലാവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം അങ്ങനെയാണ്. ഒന്നിരിക്കൽ അവരെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നമ്മുടെ സങ്കടം നമ്മൾ പറയുന്നു. അവര് വഫാത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പടച്ചവനോട് ചോദിക്കാൻ അള്ളാഹു അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്താൽ അവരിലൂടെ അള്ളാഹുവിൽ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ അവരോട് ഇസ്തിഗ്ഫ, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. ഇത് രണ്ടും ശരിയാണ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد. നാരിയത്ത് സലാത്തിന് എന്താണ് കുഴപ്പം? തൻഹല്ലു ബിഹിൽ ഉഖദ്, ആ നബി കാരണമായി സങ്കീർണമായ പ്രശ്നങ്ങളുടെ കെട്ടുകൾ അഴിയും. തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ്, നമ്മുടെ പ്രയാസങ്ങളെല്ലാം ആ നബി കാരണമായിട്ട് പരിഹരിക്കപ്പെടും. വതുഖല്ലാ ബിഹിൽ ഹവായിജ്, നമ്മുടെ ആവശ്യങ്ങൾ ആ നബി കാരണമായിട്ട് സാധ്യമാകും. വതുനാലു ബിഹിർ റഗായിബ്, നമ്മുടെ ആഗ്രഹങ്ങൾ ആ നബി കാരണമായിട്ട് സഫലമാകും. വഹ്സുനുൽ ഖവാത്തിം, ആ നബി കാരണമായിട്ട് നമ്മുടെ ആഖിബത്ത് നന്നാകും, നല്ല മരണം നമുക്ക് ലഭിക്കും. വയുസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം, ആ നബിയെ ഇടനിർത്തിക്കൊണ്ട് ദുആ ചെയ്താൽ സമൃദ്ധമായിട്ട് മഴ ലഭിക്കും. മഴയൊക്കെ തരുന്നതാരാണ്? നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതാരാണ്? എല്ലാം അല്ലാഹുവാണ്. അതിനൊരു സബബ് ആരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിനൊരു സബബ് ആ നബിയോട് നമ്മൾ, ആ നബിയിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ ആ നബിയോടുള്ള പടച്ചവന്റെ ഇഷ്ടം മൂലം, നമ്മോട് അനിഷ്ടമാണെങ്കിലും നമ്മൾ പാപികളാണെങ്കിലും ആ നബിയോടുള്ള അള്ളാഹുവിന്റെ ഇഷ്ടം, മഹബ്ബത്ത് മൂലം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറും. നാരിയു സലാത്തിലുള്ളത് അതാണ്. ഇതിൻ്റെ അകത്ത് എവിടെയാണ് തെറ്റ്?
എൻ്റെ അകത്ത് ആർക്കാണ് സംശയം? ഇത് സംശയിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ മൗലദ് നടത്തുന്നത് അതല്ലെങ്കിൽ മറ്റു നേർച്ചകൾ നടത്തുന്നത് അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ ആരും അള്ളാഹുവിനോടല്ല ചോദിക്കുന്നത്, പടച്ചവന് വേണ്ടിയുള്ള ഇബാദത്തല്ല. ഞങ്ങൾ ചോദിക്കുന്നത് നബിയോടല്ല, ബദരീങ്ങളോടല്ല, ഗൗസുൽ അഅ്ലമിനോടല്ല, ഔലിയാക്കന്മാരോടല്ല. ഞങ്ങളുടെ യഥാർത്ഥ ചോദ്യം അള്ളാഹുവിനോട് മാത്രമാണ്, പടച്ചവനോട് മാത്രമാണ് ചോദിക്കുന്നത്. ഇവരെ ഞങ്ങൾ ഇടയിൽ നിർത്തി അള്ളാഹുവിന്റെ അടുക്കൽ ഈ മഹാന്മാർക്കുള്ള മഹബത്തും ഖുർബത്തും പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു എളുപ്പ വഴി അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ചോദ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് തന്നെയാണ്. പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനെ കഴിയൂ, രോഗങ്ങൾക്ക് ശിഫ തരാൻ പടച്ചവനെ കഴിയൂ. ഇതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാതെ അള്ളാഹുവിനോട് നേരിട്ട് ചോദ്യമില്ല. ഇബാദത്ത് ഔലിയാക്കന്മാരോട് ചോദ്യമില്ല, അള്ളാഹുവിനോടാണ് ചോദ്യം. ഗൗസുൽ അഅ്ലമിനോടല്ല സഹായം ചോദിക്കുന്നത്, അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കുന്നത്. നബിയെ വിളിച്ചാൽ, ഗൗസുൽ അഅ്ലമിനെ വിളിച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവരുടെ ശുപാർശയാണ്. ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ചോദിക്കണം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുമ്പോ അങ്ങനെയല്ല. നിങ്ങൾ നേരിട്ട് അള്ളാഹിനോടാണ് വിളിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്, കുഫറാണ് എന്ന് മറു ഉത്തരം പറയുന്നത് ആ മണ്ടത്തരാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഞങ്ങൾ ഇതേ ചെയ്യണുള്ളൂ എന്ന് പറയുമ്പോ, പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇതേ ഉള്ളൂ എന്ന് പറയുമ്പോ അങ്ങനെയല്ല, നിങ്ങൾ ശിർക്കാണ് ചെയ്യണത് എന്ന് പറയുന്ന ആ മണ്ടത്തരം നമുക്ക് മനസ്സിലാകാത്തത്. ഇരിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരുമായ ആളുകൾ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ആളുകൾ, അവരോടുള്ള മഹബത്ത്, അവരോടുള്ള അടുപ്പം, അവരോടുള്ള സ്നേഹം, ആ മഹബത്തിന്റെ പേരിലൊന്ന് ഒരുമിച്ച് കൂടുക എന്നുള്ളത് അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ അടയാളമാണ്. ഗൗസുൽ അഅ്ലമിന്റെ ആണ്ടാണ്, മുഈദ്ദീൻ ശൈഖിന്റെ ആണ്ടാണ്. റബീഉൽ ആഖിർ 11, നാളെ ശനിയാഴ്ചയാണ്. 11-ാം രാവ് എന്ന നിലക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം നമ്മുടെ മസ്ജിദിൽ ഒരു സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ 11-ാം രാവ് എന്ന നിലക്ക് നമ്മളെല്ലാവരും ആ സദസ്സിൽ പങ്കെടുക്കണം. എല്ലാവരും. ഗൗസുൽ അഅ്ലമിനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ 470-ലാണ്, ഇറാനിലാണ്, ജീലാൻ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഹിജ്റ 570-ലാണ് വഫാത്തായത്. 561-ലാണ് ബാഗ്ദാദിലാണ് വഫാത്തായത്. ഉമ്മയും വാപ്പയും വഴി രണ്ട് രീതിയിലും സയ്യിദായിരുന്നു, തങ്ങളായിരുന്നു. ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ, ആത്മീയതയുടെ മഹാസാഗരമായിരുന്നു. 18-ാമത്തെ വയസ്സിൽ ബഗ്ദാദിലേക്ക് പോയതാണ്. 32 വർഷം തുടർച്ചയായി ഇൽമിന്റെ വഴിയിൽ, ഇൽമ പഠിക്കുന്ന വഴിയിൽ മാത്രമായി കഴിഞ്ഞുകൂടി മഹാനവർകൾ. പിന്നീട് 40 വർഷക്കാലം ദർസി രംഗത്ത്, വഅലിന്റെ രംഗത്ത്, ആത്മീയതയുടെ തലപ്പത്ത് മഹാനവർകൾ കഴിഞ്ഞുകൂടി. ലോകം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ആലിമും ഷെയ്ഖുമായി, 100 കണക്കിന് കറാമത്തിന്റെ ഉടമയായ ഏറ്റവും വലിയ വലിയും ഖുതുബുൽ അഖ്താബുമായി മാറിയ മഹാനവർകളാണ്. ഇമാം നവവി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നത്, മുഈദ്ദീൻ ശൈഖിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കറാമത്തുകളേക്കാൾ, അത്ഭുതങ്ങളേക്കാൾ മറ്റൊരു വലിയിൽ നിന്നും കറാമത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി എനിക്കറിയില്ല. ഗൗസുൽ അഅ്ലമിൽ നിന്നുണ്ടായ അത്ഭുതങ്ങളേക്കാൾ മറ്റൊരു വലിയിൽ നിന്നും അത്ഭുതങ്ങൾ ഉണ്ടായതായി എനിക്കറിയില്ല എന്ന് ബഹുമാനപ്പെട്ട നവവി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാണ്. അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കന്മാർ, അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതും അവരോടുള്ള ബന്ധം നിലനിർത്തുക എന്നുള്ളതും നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അത് ഈമാനിന്റെ ഭാഗമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് നാരിയത്തുസ്സലാത്ത് ചൊല്ലിയില്ലെങ്കിലും, മൗലിദിന്റെ സദസ്സുകൾ നമ്മൾ നടത്തിയില്ലെങ്കിലും,
ഇതിലൊക്കെ സംശയിക്കുന്നവരും അതൊക്കെ ശിർക്കാണ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ അത്തരമൊരു മൈൻഡുള്ളവരിൽ സംശയാലുക്കളിൽ പെടാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. സ്വലാത്ത് ചൊല്ലണ്ട, ചൊല്ലൽ നിർബന്ധമുള്ള ഏർപ്പാടൊന്നുമല്ലല്ലോ. മൗലിദ് നിർബന്ധമായ ഏർപ്പാടൊന്നുമല്ല. ഗൗസുൽ ആലമിന്റെ പേരിലുള്ള മജ്ലിസ് അത് നിർബന്ധമായ കാര്യമൊന്നുമല്ല. അത് ചൊല്ലിയാലേ ഒരാൾ മുസ്ലിം ആകൂ, ആ സദസ്സിൽ പങ്കെടുത്താലേ മുസ്ലിം ആകൂ, അല്ലെങ്കിൽ സുന്നി ആകൂ, അങ്ങനൊന്നുമില്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് അതിൽ സംശയിക്കരുത്. വലിയ നന്മകളുള്ള ഒരു കാര്യമാണത്. അതിലൊക്കെ ശിർക്ക് ആരോപിക്കുക, അത് നമ്മുടെ ഈമാൻ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന കാര്യമാണത്. അതുകൊണ്ട് മഹാന്മാരോട് എക്കാലഘട്ടത്തിലും ബന്ധം പുലർത്തുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ സ്നേഹിക്കുന്നവരായി തീരാൻ അതിന് 2-3 വഴികളാണുള്ളത്. ഒന്ന്, അവരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യുക എന്നുള്ളതാണ്. മക്ബറകൾ അദബുകൾ പാലിച്ച്, ഇസ്ലാമികമായ അദബുകൾ പാലിച്ച്, യാത്രകളിൽ ഒരു നിസ്കാരം പോലും ഖളാ ആകാത്ത നിലക്ക്, സ്ത്രീകളുണ്ടെങ്കിൽ ഔറത്ത് പരിപൂർണമായി മറയുന്ന നിലക്ക്, സിയാറത്ത് നടക്കുന്ന സ്ഥലത്ത് അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരാത്ത നിലക്ക്. ഒരു മക്ബറ സിയാറത്തിന് വേണ്ടി പോകാൻ അവിടെ ചെല്ലുമ്പോ നമ്മൾ ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ടോ വിമാനം കയറിയിട്ടൊക്കെയാണ് പോകുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോ ആണും പെണ്ണും ഇടകലർന്നാണ് സിയാറത്ത് ചെയ്യുന്നത്. എങ്കിൽ ആ ഇടകലരുന്ന ആ സംഘത്തിൽ നമ്മൾ പെടാതെ മാറി നിന്നിട്ട് വേണം നമ്മൾ സിയാറത്ത് ചെയ്യാൻ. ഒരു കുറവും നമുക്ക് പറ്റൂല. ഹജറുൽ അസ്വദ് ചുംബിക്കൽ വല്ലാത്ത സുന്നത്താണ്. പക്ഷേ ആ ഹജറുൽ അസ്വദ് ചുംബിക്കണമെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മത്സരിച്ച് ഇടികൂടിയിട്ട് പിടിച്ചു വലി നടത്തിയിട്ട് വേണം ഹജറുൽ അസ്വദ് ചുംബിക്കാൻ. അങ്ങനെ സാധ്യമാകൂ എങ്കിൽ മാറി നിന്നിട്ട് കൈ അതിന് നേരെ വീശിയിട്ട് കയ്യിലൊന്ന് ചുംബിച്ചാൽ മതി. നേരിട്ട് ചുംബിച്ച സ്ഥാനാണ്. ദീനിന് അതിൻ്റെതായ ചില നിയമങ്ങളും മര്യാദകളും അദബുകളും ഒക്കെ ഉണ്ടല്ലോ. ഹജറുൽ അസ്വദിന്റെ വിഷയത്തിൽ പോലും ഇതാണ്. മാറി അകലെ നിന്നിട്ട് കൈ ചൂണ്ടിയിട്ട് ആ കയ്യിൽ ചുംബിച്ചാൽ മതി. ആണും പെണ്ണും ഇടകലർന്നൊരു സിയാറത്താണെങ്കിൽ നമ്മൾ അവിടെ അതിൽ പെട്ടുപോകരുത്. നമ്മൾ മാറി നിന്നിട്ട് സിയാറത്ത് ചെയ്താൽ മതി. ഒരു കുറവ് അതിൻ്റെ അകത്ത് പറ്റൂല. സിയാറത്തുകളും മക്ബറകളും ഒക്കെ കച്ചവടവൽക്കരിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതിലൂടെ പല ഹറാമുകളും നടക്കുന്നുണ്ട്, വേണ്ടാത്ത പലതും നടക്കുന്നുണ്ട്. അതുകൊണ്ടത് വേണ്ട, നമ്മൾ അതിന് നിൽക്കേണ്ട, സിയാറത്ത് വേണ്ട, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ ചില മക്ബറകളിൽ സുജൂദ് ചെയ്യാൻ പ്രത്യേകമായി സ്പേസ് പോലും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. സിയാറത്തിന് വരുന്നവർക്ക് മക്ബറയിൽ സുജൂദ് ചെയ്യാനുള്ള സ്ഥലം. അത് തെറ്റാണ്, ഇത് ഹറാമാണ് എന്ന് വെച്ച് സിയാറത്ത് നമുക്ക് പാടില്ല, അത് തെറ്റാണ് എന്നില്ല. അത്തരം ഹറാമുകളിൽ പെടാതെ നമ്മൾ അവിടെ അടങ്ങിയിട്ടുള്ള വലിയ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അവിടുത്തെ നേർച്ചയായിട്ട് വെച്ചിട്ടുള്ള എണ്ണ അത് നമ്മൾ എടുത്ത് കഴിക്കോ തേക്കോ ചെയ്തില്ലേലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും അതും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അവിടുത്തെ നേർച്ച കുറ്റിയില് ഭണ്ഡാരപ്പെട്ടിയില് നമ്മൾ പൈസ ഇടണ്ട. അവിടെ വെച്ചിട്ടുള്ള ചരട് അത് നമ്മുടെ കയ്യിൽ കെട്ടണ്ട, ഒന്നും വേണ്ട. നമ്മളൊന്ന് സിയാറത്ത് ചെയ്ത് യാസീൻ ഓതിയിട്ട് അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയിട്ട് അവരെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അദബുകൾ പാലിച്ചുകൊണ്ട്, അദബുകേട് കാണിക്കാത്ത നിലക്ക്. അതോടൊപ്പം മഹാന്മാരുടെ മജ്ലിസുകൾ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യാം. അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള വലിയ വഴിയാണ്. ഇന്ന് മഗ്‌രിബിന് ശേഷം നടക്കുകയാണ് ഗൗസുൽ ആലമിന്റെ പേരുള്ള സദസ്സ്. മറ്റൊരു ഉദ്ദേശമില്ലാത്ത സദസ്സാണ്. അവിടെയും ദുനിയാവ് കടന്നു വന്നിട്ടുണ്ട്. മഹാന്മാരുടെ പേരിലുള്ള സദസ്സുകൾ, ഹൽക്കകൾ, അവിടെയും ദുനിയാവ് കടന്നു വന്നിട്ടുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് ഓൺലൈൻ ഹൽക്കകളും സദസ്സുകളും ഒക്കെ സർവ്വസാധാരണമാണ്. പലതിലും കുഴപ്പമൊന്നുമില്ല, തെറ്റില്ലാത്ത നമുക്ക് അംഗീകരിക്കാവുന്ന പലതുണ്ട്. പക്ഷേ തികച്ചും പേരിനും പ്രശസ്തിക്കും പൈസയ്ക്കും വേണ്ടി മാത്രമായിട്ട് ഓൺലൈൻ സദസ്സുകൾ നടത്തുന്ന, ഹൽക്കകൾ നടത്തുന്ന ആളുകൾ പോലുണ്ട്. ഭൂരിഭാഗം പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. പല ഓൺലൈൻ സദസ്സുകളുടെയും ആളുകൾ, അതിൽ ചേരുന്ന ആളുകൾ സ്ത്രീകൾ മാത്രമാണ്.
അവിടെയൊക്കെ ദീനിന്റെ പരിധി വിടാത്ത നിലക്ക്, മറ്റൊരു ഉദ്ദേശമില്ലാത്ത നിലക്ക് ആത്മാർത്ഥമായിട്ട് നടക്കുന്ന സദസ്സുകൾ, ആ സദസ്സുകൾ മഹാന്മാരോടുള്ള ബന്ധം നിലനിർത്താൻ നമുക്ക് ഉപകരിക്കുന്നതാണ്. അതോടൊപ്പം അവർ നടന്നുപോയ വഴിയിലൂടെ നടക്കുക, അവർ ജീവിച്ച് പഠിപ്പിച്ചു തന്ന ശരിയായ പരിശുദ്ധമായ ദീനിന്റെ മാർഗം, ആ ഹിദായത്തിന്റെ വഴി, അതിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ ഈമാനിന്റെ തഖ്വയുടെ ആളുകളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. മഹാന്മാരെ യഥാർത്ഥ നിലക്ക് പിൻപറ്റുന്നവരിൽ, അവരോട് മഹബത്ത് വെക്കുന്നവരിൽ പടച്ച റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ